വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ആൻഡ് ഡ്രീം ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷീജ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു, പ്രകൃതിയിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പും നല്ല ചെറിയ ചെറിയ കാറ്റുമൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ഞാൻ എന്നിട്ടൊരു ചെറിയ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നടക്കുകയാണ്. എന്നിട്ട് ഞാനാണെങ്കിലോ ഞാൻ ഒരു അണ്ണാറക്കണ്ണനെ കിട്ടിയിട്ടില്ല. അവനൊരു കുഞ്ഞൊരു അണ്ണാറക്കണ്ണനോട് ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണാറക്കണ്ണനെ പിടിക്കാൻ വേണ്ടി നോക്കുവാണ്. പക്ഷെ അവൻ വരത്തില്ല. അതിനുവേണ്ടി ഞാൻ ബിസ്ക്കറ്റൊക്കെ വെച്ച് അവനെ ഞാൻ വശീകരിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇനി എന്തായാലും വേണ്ടിയില്ല, അവനെ അവിടെ വശത്താക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അവന് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി അവൻ അവിടെ ബിസ്ക്കറ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ അവൻ വന്ന് എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് എന്നെ കണ്ടു എന്ന് തിന്നുകൊണ്ട് കാണിക്കും. ഇതാണ് അവൻ്റെ ഒരു അവർ കൂട്ടിനകത്ത് കയറി കണ്ടതാണ്. പിന്നീട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് പോയി. കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിനകത്തൊക്കെ ഇട്ടേക്കാണ്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി വലുതായിട്ടുണ്ട്. അവർക്കുള്ള ആഹാരം വെച്ച് കൊടുത്തു. അവർക്ക് കുറച്ച് അരിയും ഗോതമ്പും അങ്ങനെ വേണ്ട സർവ്വമാന സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് ആഹാരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവർ കുറച്ചിന് തുറന്നിട്ട് പുറത്തൊക്കെ പോയി പുല്ലൊക്കെ തിന്നാൻ വേണ്ടി അങ്ങനെ തുറന്നിട്ട് പിന്നെ അവർക്ക് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ആ ബിസ്ക്കറ്റും വാങ്ങിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. പിന്നെ ദോശ ഉണ്ടാക്കി. ദോശയാണ് എൻ്റെ ഫേവറേറ്റീവായ ആഹാരം. പിന്നെ ദോശ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തിനേക്കാളും പുട്ടിനേക്കാളും ഒക്കെ എനിക്കിത് ഇഷ്ടം ദോശയാണ്. ദോശയിൽ കൂടെ ചമ്മന്തിയും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജന്മം സാഫല്യം എന്ന് പറയുന്നത് പോലെ ആണ്. എനിക്കിത് പിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീലാണ്. ഇത് നമ്മുടെ ഫ്ലാഗിൻ്റെ കളർ പോലൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നീട് ദോശ കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് പോകണം. നിറച്ച് ദോശയുടെ ചമ്മന്തി നിറച്ചും ഒഴിച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോയി സ്റ്റാർ ഫ്രൂട്ട് മരത്തിൻ്റെ അടുത്ത് പോയിരുന്ന് ദോശ കഴിക്കുന്നതാണ്. എന്ന് വെച്ചാൽ പുറത്തിറങ്ങി ഇരുന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെയൊക്കെ കാണാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാരക്കണ്ണിന് ഇച്ചിരി ആഹാരം കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയത്. അങ്ങനെ അത് രസമല്ലേ, അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി. എന്നിപ്പം കോഴികളൊക്കെ കുറച്ച് അവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഇട്ട് കൊടുത്തു. അവരതും കൊണ്ട് പോയി. പിന്നെ നമ്മുടെ അണ്ണാരക്കണ്ണിന് വേണ്ടി ഞാനവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അവനത് വന്ന് കഴിക്കാൻ വേണ്ടി ഒളിച്ചും പാത്തും വരും. അപ്പം അവന് വേണ്ടി ഒളിച്ചു വെക്കുന്നതാണ് ഇവിടെ ഞാൻ. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി പൂച്ചകൾ അവിടെയൊക്കെ വരുന്നുണ്ട്. പൂച്ചകൾ ഓടിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു ഇതായിട്ട് വന്നേക്കുകയാണ്. പൂച്ചകൾ ഭയങ്കര ശല്യമായിട്ട് അയൽവാസികളുടെ വീട്ടിലെ പൂച്ചകളാണ് ഇവനെ പിടിക്കാൻ വേണ്ടി നടക്കുന്നത്. ഇവങ്ങളുടെ ഭയങ്കര ബഹളമൊക്കെ പൂച്ചകളെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞാനവനെ ഓടിക്കും. പൂച്ചകളെല്ലാം ഓടിച്ചു കഴിയുമ്പോൾ അവന് സമാധാനം. പിന്നെ അങ്ങനെ അവനെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തിയിൽ ഞാൻ അങ്ങനെ കയറി നടക്കും. പിന്നെ നമ്മൾ നമ്മുടെ പൊടുത്തോടിയിലേക്ക് ഇറങ്ങി കുറച്ച് മരം മുറിച്ചിട്ട് വിറകുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടുക്കി പറക്കി ഒതുക്കി വെക്കുന്നതാണ്. അത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. അത് പുറത്തൊക്കെ പോയി അടിച്ചു പൊളിച്ച് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമെടുക്കും. എല്ലാവർക്കും പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ ആ വിഷമങ്ങൾക്കിടയിൽ ഞാൻ സ്വയം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി സന്തോഷത്തോടെ അടിപ്പടി നടത്തിയാണ് ഓരോരോ ജോലികൾ ചെയ്ത്. പിന്നെ കവുങ്ങ് മരത്തിലാണെങ്കിലോ പാക്കൊന്നും കിട്ടില്ല. അതിൻ്റെ ഇലയൊക്കെ ഇവിടെ പാളയും ഈ പാള കണ്ടപ്പോൾ പാളയുടെ പുറത്ത് കയറി ഇങ്ങനെ ഇരുന്നത് വണ്ടിയായി ഓടിച്ച് പോയിട്ടുള്ളവർ നിങ്ങൾ അതിനകത്ത് പോയിട്ടുണ്ട്. നമ്മൾ ചെറുനാൾ നമ്മളങ്ങനെ പാളയുടെ പുറത്ത് കയറി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകത്തില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര തോന്നി. അങ്ങനെ അതൊക്കെ എടുത്ത് അവിടെയൊക്കെ നടക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് കാടുകളൊക്കെ വെട്ടാനുണ്ടായിരുന്നു. കാടുകൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടികൾ. തിരഞ്ഞെടുത്ത് എപ്പോഴും തോന്നില്ല, തോന്നുന്ന സമയത്തൊക്കെ ഞാൻ പറയാൻ പോക്കങ്ങ് പോകും. അതാണ് പരിപാടി. നേരത്ത് നമുക്ക് ഇളവ് ആ സമയത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ ഭയങ്കര പാടാണ്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും നമുക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന്. കിട്ടുന്ന അത്രയും പാടാക്കാതെ നമ്മൾ ചെയ്യും.
ഫ്രണ്ട്സ്, നിങ്ങൾ മഞ്ചാടി മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് മഞ്ചാടി മരത്തിനകത്ത് നിന്ന് പിടിച്ച കായാണ്. അതിൻ്റെ കായെല്ലാം കൂടെ പൊട്ടി തറ വീണതാണ്. മഞ്ചാടി, അതെ മഞ്ചാടി തന്നെ, കുന്നിക്കുരുവല്ലല്ലോ മഞ്ചാടി. മഞ്ചാടി ഇഷ്ടം പോലെ ഇവിടെ തറയിലൊക്കെ വീണ് കിടപ്പുണ്ട്. നല്ല രസം അത് കാണാൻ. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ അടിപൊളി ഒരു ആകാശം നമ്മുടെ ഉണ്ടായിരുന്ന ആകാശത്തെ കുറിച്ച് എന്താ ഒരു സന്തോഷം അത് കണ്ടപ്പം. പിന്നെ നമ്മൾ കുറച്ച് പുല്ല് പറിച്ചാണ് അവിടെ നിന്നൊക്കെ നമ്മുടെ റോക്കിക്ക് കൊടുക്കാം. റോക്കിയുടെ വയറിന് എന്തോ പ്രശ്നം. അപ്പോൾ റോക്കി നമ്മുടെ പട്ടിയാണ്. നമ്മൾ കുറച്ച് പുല്ല് പറിച്ചെടുക്കുകയാണ്. അവന് ഇങ്ങനെ കടിച്ചെടുത്ത് കഴിക്കട്ടെ, അവൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചൊരു കുറച്ച് പുല്ലൊക്കെ പറിച്ചു കൊടുത്തു. പിന്നെ നമ്മളവിടെ ഇങ്ങനെ നടക്കുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ടും പിന്നെ ആ കാട്ടിനകത്തൊക്കെ കുറച്ചധികം ഇരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ. പിന്നെ നമ്മുടെ വാഴയിലൊക്കെ ആണെങ്കിൽ കൊലയൊക്കെ പിടിച്ച് വരുന്നു. ഇല്ല, കൊലയൊക്കെ പിടിച്ച് വരാൻ ഇനി സമയം എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ വന്ന് നമ്മൾ കൈയൊക്കെ കഴുകി, പിന്നെ നമ്മൾ കാലൊക്കെ കഴുകിയതിന് ശേഷം ഒരു മണി പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വൃത്തിയാക്കി. അത് മൊത്തം മണ്ണായിട്ടിരുന്നായിരുന്നു. അതിൻ്റെ ചെടിച്ചട്ടിയും എല്ലായിടത്തും മണ്ണ് കയറി ഇങ്ങനെ ഇരുന്നായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴുകി നല്ല അടിപൊളിയാക്കി. പിന്നെ അത് നമ്മൾ കൊണ്ടുവന്നൊരിടത്ത് സ്ഥാനത്ത് കൊണ്ട് വെച്ചു. അത് ആ മണി പ്ലാന്റ് കാണാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ ഇലയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത്, നല്ല രസമുണ്ട്. എൻ്റെ ഒരു ഭംഗി കാണാൻ. ഓരോ വീട്ടിലൊക്കെ എന്തുമാത്രം മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. നമുക്ക് നമ്മുടെ ഒരു ഒരെണ്ണേ ഉള്ളൂ. നല്ല രസമാണ്. പിന്നെ നമ്മൾ ആഹാരം കഴിക്കാനുള്ള പുറപ്പാടിലായി. പിന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ കപ്പയും ചീനിയും പോലും കപ്പയും പിന്നെ ചോറും മീൻകറിയും മോര് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. അങ്ങനെ ആ ദിവസം സംതൃപ്തിയായി ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ അപ്പോൾ ചാനൽ